ഖത്തറിനെ ശത്രു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുമെന്ന് ഇസ്രായേൽ. കഴിഞ്ഞ ദിവസമുള്ള ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി നെഫ്താലി ബെന്നറ്റിൻ്റെ പ്രസ്താവനയാണ് ലോകാടിസ്ഥാനത്തിൽ ഇപ്പോൾ ശ്രദ്ധേയമായിരിക്കുന്നത്, വിവാദമായിട്ട് മാറിയിരിക്കുന്നത്. ഇറാനേക്കാൾ വലിയ ശത്രുവാണ് ഖത്തർ. ഖത്തറിനെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയാൽ അത് വ്യക്തമാകും. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജയിക്കില്ലെന്നും അയാളെ പരാജയപ്പെടുത്താൻ മാത്രം വോട്ടും ആൾബലവും തങ്ങൾക്കാണ് ഉള്ളത് എന്നുള്ളതും നെഫ്താലി ബെന്നറ്റ് പ്രസ്താവിച്ചു. അതോടൊപ്പം തന്നെ ഈയിടെ നടത്തിയിരിക്കുന്ന എക്സിറ്റ് പോളിൽ ഒരു പാർട്ടിക്കും കേവല ഭൂരിപക്ഷം പോലും ഉണ്ടാവാൻ സാധ്യതയില്ല. കൂട്ടുകക്ഷി മന്ത്രിസഭാ സംവിധാനമല്ലാതെ ഒരു ഒറ്റക്കക്ഷി മന്ത്രിസഭാ സംവിധാനങ്ങൾ ഇസ്രായേലിന് വരാൻ പോകുന്നില്ല എന്ന പ്രസ്താവന ഇതിനോടനുബന്ധിച്ച് അതൊരു ഈ ജനങ്ങൾക്കിടയിൽ, അതായത് ഇസ്രായേലിലെ പൗരന്മാർക്കിടയിൽ നടത്തിയിരിക്കുന്ന ഒരു എക്സിറ്റ് പോൾ സർവേയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പ്രസ്താവന പുറത്തു വന്നത്. ഇപ്പോൾ മുൻ പ്രധാനമന്ത്രി ഈ നിലപാട് പറയുകയും ചെയ്തതോടുകൂടി ഒരു വലതുപക്ഷ തീവ്ര ചിന്താധാര ഇസ്രായേൽ ഇപ്പോൾ സജീവമായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഭയപ്പെടേണ്ടത് ഇറാനെയല്ല, ഖത്തറിനെയാണ്. സൂത്രപ്പണിയാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേലിനെതിരെ ഖത്തർ ഒപ്പിക്കാറുള്ളത്. ഹമാസിന് സാമ്പത്തിക സഹായം നൽകി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചതും പ്രോത്സാഹിപ്പിച്ചതും ഖത്തറാണ്. അൽ ജസീറ ചാനൽ അത് ഈ ഖത്തറിൻ്റെ ആസ്ഥാനമായിട്ട്, അല്ലെങ്കിൽ ഖത്തറിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ചാനലാണ്. പരമാവധി ഭാഷകൾ അറബ്, ഉറുദു, ഈ ഇംഗ്ലീഷ് അടക്കമുള്ള ഏകദേശം 15ലധികം ഭാഷയിൽ ഇപ്പോൾ നിലവിൽ അൽ ജസീറ പ്രവർത്തിക്കുന്നുണ്ട്. ഹിന്ദി, ഉറുദു ഉണ്ട് എന്നാണ് പറയുന്നത്. ഈ ചാനലിൽ എന്ത് ചെയ്യുന്നു? വലിയ ഏട്ടപ്പെടലുകൾ നടത്തിക്കൊണ്ട് ഇസ്രായേൽ വിരുദ്ധ സമീപനങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് ഖത്തറിൻ്റെ നിലപാടാണ്. അത് അൽ ജസീറയിലൂടെ വളരെ കൃത്യതയോട് കൂടി ചെയ്യുന്നുണ്ട്. ഈ ഗസയിലെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടത്തിൽ അൽ ജസീറ ചെയ്യുന്ന റിപ്പോർട്ടുകൾ ശ്രദ്ധിച്ചാൽ കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റും. ഒരു തലത്തിലും ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഏതെങ്കിലും ഒരു നടപടിയെ ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടോ നിങ്ങൾക്കത് പരിധി തെരഞ്ഞാൽ പോലും കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറം ഖത്തറാണ്. കാരണം ഖത്തറിൽ പ്രവർത്തിക്കുന്ന, ഖത്തറിലെ അമീർമാർക്ക് പാർട്ട്ണർഷിപ്പുള്ള ഒരു ഒരു ചാനലാണ് അൽ ജസീറ എന്നതിനാൽ തന്നെ അവർക്ക് പരമാവധി നിയന്ത്രണം അതിലുണ്ട് എന്ന് പറയുന്നു. അടുത്തതായിട്ട് പറയുന്നത്, അമേരിക്കയുടെ യൂണിവേഴ്സിറ്റിയിൽ വൻതോതിൽ ഖത്തർ പണം ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അതായത് അവിടെ പ്രവർത്തിക്കുന്ന പരമാവധി യൂണിവേഴ്സിറ്റികളെല്ലാം ഖത്തറിൻ്റെ കൂടി സാമ്പത്തികം മുടക്കിയിട്ട് ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഖത്തർ അതിലൊരു സിലബസ് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ അവർക്ക് നടക്കും. അങ്ങനെ അവർ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ സിലബസിൽ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയിൽ അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ, അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും എന്നാണ് ബെന്നറ്റ് പറയുന്നത്, ഇസ്രായേലിനെതിരെ വലിയ രീതിയിൽ മോശപ്പെട്ട റിപ്പോർട്ടുകൾ അല്ലെ മോശപ്പെട്ട ചരിത്ര ഭാഗങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കുട്ടികളെ അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരെ നിർബന്ധിക്കുകയും കുട്ടികളത് പഠിക്കുകയും ചെയ്തു. അങ്ങനെ സമൂഹത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെയും ജനങ്ങളെയും മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അമേരിക്കയുടെ യൂണിവേഴ്സിറ്റിയിൽ ഖത്തറിൻ്റെ സാമ്പത്തികം മുടക്കിയിട്ട് ചെയ്യുന്നത് എന്ന് ചുരുക്കം. ഇതിലെ മറ്റൊരു ഭാഗം ഇങ്ങനെയാണ്: മിസൈലുകളേക്കാൾ ഭീകരമാണ് ചരിത്ര പുസ്തകങ്ങൾ. ഇറാനെ പരാമർശിച്ചുകൊണ്ടാണ് ആ കാര്യം പറയുന്നത്. ഇറാൻ ആക്രമിക്കുന്ന ഒരു യുദ്ധ രാജ്യം എന്ന നിലക്ക് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഒന്നുകിൽ മിസൈൽ കൊണ്ടാണ്, അല്ലെങ്കിൽ യുദ്ധവിമാനത്തിൽ ബോംബിടുകയാണ്. ആ പ്രവർത്തനം അപ്പം അത് അവസാനിക്കും. അതിനെ പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ തങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അത് ഒരുപാട് മുന്നോട്ട് പോകില്ല എന്നുള്ള കാര്യം കൃത്യമാണ്. എന്നാൽ ചരിത്ര പുസ്തകത്തിലുള്ള തിരുത്തലുകൾ എന്ന് പറഞ്ഞാൽ ലോകാവസാനം വരെ നിലനിൽക്കുന്നതും ചരിത്ര വിദ്യാർത്ഥികൾ അത് ആവർത്തിച്ചുകൊണ്ട് തൊട്ടടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നതുമാണ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് സമൂഹം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവരത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യും. ഈ ഒരു സ്ഥിതിവിശേഷം നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുകൂടി ബെന്നറ്റ് ഈ വിഷയത്തോടു കൂടി കൂട്ടിച്ചേർക്കുകയാണ്. ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഖത്തർ രംഗത്ത് വന്നിട്ടുണ്ട്. ഖത്തറിലെ അമേരിക്കയിലുള്ള ഖത്തറിൻ്റെ അംബാസിഡറാണ് ഈ വിഷയത്തെ പ്രതികരിച്ച് വന്നത്.
ഖത്തറിനെക്കുറിച്ച് പഠിക്കാതെ മനസ്സിലാക്കാതെ വിവരക്കേട് തള്ളുന്ന ഒരു പ്രധാനമന്ത്രിയാണ്, അല്ലെങ്കിൽ ഒരു മുൻ പ്രധാനമന്ത്രിയാണ് നഫ്താലി ബെനറ്റ് എന്ന് പറയുന്നത്. എന്താണ് ലോകാടിസ്ഥാനത്തിൽ ഖത്തർ ചെയ്തിരിക്കുന്ന നന്മ എന്നുള്ളതും ലോകരാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഖത്തറിൻ്റെ നിലപാട് എന്താണ് എന്നൊന്നും പഠിക്കാത്തത് കൊണ്ടാണ്. അവിടെ അങ്ങനെ തന്നെ അല്ല പറഞ്ഞു നിർത്തിയത്. അതൊന്നും നിങ്ങൾ പഠിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല. പക്ഷേ നിങ്ങളുടെ രാജ്യത്തുള്ള ഏകദേശം 250ഓളം ബന്ദികളെ മോചിപ്പിച്ചത് മറ്റൊരു രാജ്യവുമല്ല, ഖത്തർ തന്നെയാണ്. ലോകം അത് അംഗീകരിച്ചതാണ്. ഒഴിവ് കിട്ടുന്ന സമയത്ത് ലോകരാജ്യങ്ങളോട് അതൊന്ന് അന്വേഷിച്ച് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് എന്ന് കൂടി ഖത്തർ പറയുന്നു. പലതരത്തിലും പല ഘട്ടങ്ങളിലും പല രീതിയിലും ഹമാസിൻ്റെ കൈവശത്തിൽ കുടുങ്ങിയിരിക്കുന്ന ഇസ്രായേലി ബന്ദികളെ തങ്ങൾ ഘട്ടം ഘട്ടമായി മോചിപ്പിച്ചിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തുള്ള ഭരണാധികാരികൾക്ക് വലിയ രീതിയിലുള്ള അഭിനന്ദന പ്രവാഹം ഇസ്രായേൽ രാജ്യത്തുള്ള ജൂത പൗരന്മാർ നടത്തുകയും മാത്രവുമല്ല തങ്ങളുടെ രാജ്യത്ത്, അതായത് ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് വന്നുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾക്കും നടക്കാത്ത, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾക്ക് നടക്കാത്ത, UN സഭ എന്ന് പറയുന്ന പൊതുസഭയ്ക്ക് നടക്കാത്തത് ഖത്തർ എന്ന് പറയുന്ന ഒറ്റ രാജ്യം ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അത് വിസ്മരിക്കുന്ന ഒരു മുൻ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഈ ഭരണക്കസരിൽ കയറിയിരിക്കുക? അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമാണ് എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തർ പ്രതികരിച്ചു. ഇസ്രായേൽ തീവ്ര രാഷ്ട്രീയ ബിസിനസ് പോലെയാണ് അവിടുത്തെ ചിന്താധാരകൾ മാറിയിരിക്കുന്നത്. അവർ കുത്തിവെക്കുന്നത് മുസ്ലിം വർഗീയതയാണ്. പ്രത്യേകിച്ച് ഖത്തർ പോലെയുള്ള, ഇറാൻ പോലെയുള്ള രാജ്യങ്ങൾക്കെതിരെ വർഗീയത കുത്തിവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞാൽ ഖത്തർ ലോക സമാധാനത്തിന് വേണ്ടി ശ്രമം നടത്തിയെന്ന് അമേരിക്കയും UN സഭയെ പോലും അംഗീകരിച്ചാണ്. UN നടക്കാത്ത കാര്യങ്ങൾ പല ഘട്ടങ്ങളും ചെയ്തിട്ടുണ്ട്. അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഈ ഇസ്രായേൽ പറയുന്ന പ്രവർത്തനം ഈ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്ത് നിരോധിക്കുമെന്ന് പറയുമ്പോൾ അതൊരു ലളിതവൽക്കരിച്ചു കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ ഒതുങ്ങിപ്പോകുന്നൊരു രാജ്യമായിട്ട് ഖത്തർ ഒരിക്കലും മാറുകയില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ബെനറ്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹമാസ് ഇപ്പോഴും വീണ്ടും സജീവമാകുകയാണ്. അവരുടെ തെരുവുകൾ മുൻപത്തെ പോലെ തന്നെ പ്രകാശപൂരിതമാണ്. അവരിലേക്ക് ആയിരക്കണക്കിന് പാലസ്തീനികൾ സൈനിക മേഖലയിൽ സേവനം ചെയ്യാൻ വേണ്ടി തയ്യാറായി വരുന്നു. അങ്ങനെ അവർ ഉൾക്കാഴ്ചയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ടോ തീവ്ര വിഭാഗമായിട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അതിന് തുടർച്ചയായിട്ട് അവർ പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഓരോരോ ഘട്ടത്തിലും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നു. മുന്നേറ്റം ഉണ്ടാകാനുള്ള വലിയ സഹായങ്ങൾ നൽകുന്നു. ആ സഹായം ഖത്തറാണ് നൽകുന്നത് എന്ന് ചുരുക്കം. ഇവിടെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്ന സമയത്ത് അവിടെ ഇപ്പോൾ ഖത്തറിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു രീതി കാര്യങ്ങൾ ഇസ്രായേൽ അവലംബിച്ചാൽ അത് ഖത്തറിൽ മാത്രം അവസാനിക്കില്ല. അതിൻ്റെ തുടർചലങ്ങൾ മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിലുണ്ടാവും. അത് അമേരിക്കയെ സാരമായിട്ട് ബാധിക്കും. അങ്ങനത്തെ ഒരു വലിയ വിഷയങ്ങളും അവിടെ വരുന്നുണ്ട്, ഖത്തറിന് മാത്രമല്ല. അപ്പോൾ അമേരിക്കയ്ക്കെതിരെ ഒരു ഏകോപന കൂട്ടായ്മ ഉണ്ടാവാൻ ഒരുപക്ഷെ ഇത് വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുകൂടി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നത് ഭരണത്തിലേറാൻ വേണ്ടിയിട്ട് വലിയ വിമർശനം നടത്തുക, അതിൽ ഖത്തറടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചാൽ ഒരുപക്ഷെ അത് വോട്ടായി മാറാൻ സാധ്യതയുണ്ട് എന്നുകൂടി വിലയിരുത്തുന്നു. അതിൻ്റെ മറ്റൊരു ഭാഗം കൂടി വരുന്നത് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്ന സമയത്ത് ഖത്തറിൻ്റെ അകത്ത് അമേരിക്കയുടെ സൈനിക ബേസ് സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് യാതൊരു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കയെ സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതിയിൽ കൂട്ടുപിടിച്ചിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് കൂടി വായിച്ചെടുക്കാൻ പറ്റും. അഥവാ ഒരു സുരക്ഷിത ബോധമില്ലാത്ത സ്ഥിതിയിലേക്ക് ഖത്തറിനെ മാറ്റുക എന്നുള്ള ഇസ്രായേലിൻ്റെ തന്ത്രങ്ങളൊന്നും നിലവിൽ വിജയിക്കാൻ പോകുന്നില്ലെന്നും അതിൻ്റെ തിക്തഫലം ഇസ്രായേൽ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതുമാണ്. എന്നാൽ ഇപ്പോഴത്തെ നിലവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വിഷയമായിട്ട് പ്രതികരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അനുകൂലമായിട്ടോ എതിർപ്പായിട്ടോ ഏതെങ്കിലും തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല. അഥവാ ഈ നിലപാടിനോട് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിരിക്കുന്ന ഒരു പ്രാദേശിക റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. രാഷ്ട്രീയപരമായ രീതിയിൽ തന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് എതിർകക്ഷിയായിരിക്കുന്ന
നഫ്താലി ബെനറ്റിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സംഘം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നെതന്യാഹുവിൻ്റെ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്ത് വന്നിരിക്കുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട്. ഏതായിരുന്നാലും കൂട്ടി വായിക്കുന്ന സമയത്ത് ഖത്തറിനെ ഒരു മുഖ്യ ശത്രുവായിട്ട് കാണുന്നു എന്നുള്ളത് മേഖലയിൽ അറേബ്യൻ രാജ്യങ്ങളുടെ ഒരു ഏകോപനത്തിനു കൂടി സാധ്യമാകുന്നു എന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.